ക്ലീറ്റസ് അളിയോ ക്ലീറ്റസ് ആ തങ്കം ക്ലീറ്റസ് അവിടെ ഓ മക്കളെ എന്ത് ചെയ്യണേ ചായ എടുക്കട്ടെ ചായ എന്നാ പറഞ്ഞെടുക്കും നല്ല സ്ട്രോങ് ആയിട്ട്. അയ്യോ പശു എണീറ്റില്ല. ചായ ഇച്ചിരി ലേറ്റായ കുഴപ്പമുണ്ടോ? വേറെന്തോ എഴുതി തരണോ? കുന്നേൽ മത്തായി ക്ലീറ്റസ്. ഏത് കാളേരെ പേരല്ലേ? ഞാൻ ചോദിച്ചു ഇവിടെ ഉള്ള പശുവിന്റെ പേര്. രാവിലെ വീട്ടിൽ കയറി നീ ചൊറിയാൻ വന്നേണ. നിനക്ക് എന്തെങ്കിലും പറയണേ പറഞ്ഞിട്ട് പോവാൻ നോക്ക്. നമ്മളെ പഞ്ചായത്തിലെ ഒരു സമ്മർ വെക്കേഷൻ ക്ലാസ് നടത്തുന്നുണ്ട്. എന്താ സമ്മർ വെക്കേഷൻ ക്ലാസ് എന്ന് വെച്ചാൽ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇപ്പൊ തന്നെ ഞാൻ വരുമ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാട്ട് കേൾക്കുന്നു. മൊബൈൽ എടുക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരം കണ്ടില്ല, ഞാൻ പറഞ്ഞോടാ കൊച്ചിനെ അടിച്ചിരിക്കുന്നത്. അത് ഞാൻ എന്റെ കൊച്ചിനല്ലേ തല്ലിയത്, നിനക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അവർക്ക് അല്ലെങ്കിൽ ഇച്ചിരി ഫോൺ എടുക്കൽ കൂടുതലാണ്. ഇതുപോലെ ഇവിടെ മാത്രമല്ല, എല്ലാ വീട്ടിലും ഇപ്പൊ ഇതാണ് പ്രശ്നം. ഒന്നീ ഫോൺ അല്ലെങ്കിൽ ടി വി. ഏതെങ്കിലും ഒരു കുട്ടി വെളിയിറങ്ങി കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? നമ്മളെ കൊച്ചിലേക്ക് എങ്ങനെയായിരുന്നു? എപ്പോഴും കളിയും ചിരിയും, എന്ത് എനർജിക് ആയിരുന്നു. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതുകൊണ്ട് എന്തെല്ലാം കഥകൾ നമ്മളെ അമ്മമാരും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കൊച്ചിന് ആരെങ്കിലും എന്തെങ്കിലും ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അന്ന് മുത്തശ്ശിമാർ ഇത്രയും കഥ പറഞ്ഞു തന്നിട്ട് പോലും ഓരോരുത്തന്മാർ ഇപ്പോഴും അതൊന്നും മനസ്സിലാക്കാതെ നടക്കുകയാണ്. അതെ, ഇയാൾക്ക് ഇവിടെ ഇരുന്ന് കഥ വിളമ്പാതെ വന്ന കാര്യം പറയാൻ പറ്റി അത് പറഞ്ഞിട്ട് പോവാൻ നോക്ക് കേട്ടോ. വന്ന കാര്യമാണ് പറയുന്നത്. നിനക്ക് ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഒരു കാര്യം നമ്മൾ പറയുമ്പോഴും അത് ആദ്യം അളിയാ ശ്രദ്ധിച്ചോളണം. നമ്മളൊരു കൊച്ചി ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കിട്ടി, അതിന് അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് ഷെയർ ചെയ്യാൻ നമ്മൾ കൊടുക്കാറുണ്ടോ? പറയാറുണ്ടോ? പറഞ്ഞു കൊടുക്കാറുണ്ടോ? എന്താ പറയുന്നത്? നീ കൊണ്ടുവച്ച് അവിടെ കഴിച്ച് കഴിക്കും. അപ്പോൾ ഷെയർ ചെയ്യണം. എന്ത് കിട്ടിയാലും നമ്മളത് ഷെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇച്ചിരി തല്ലും തെറിയും ഒക്കെ കിട്ടണമെന്ന് വെച്ചോ, അത് നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടുകാരനോട്ട് ഷെയർ ചെയ്യണം അല്ലേ? നല്ലതായിരിക്കും. എന്താ പൊന്നളിയാ, അത് നിനക്ക് മാത്രം കിട്ടുന്ന കാര്യങ്ങളല്ലേ. അതൊന്നുമില്ലാതെ നല്ല കാര്യങ്ങളൂടെ പഠിപ്പിക്കാനാണ് ഇതിലോട്ട് വരാൻ പറഞ്ഞത്. മനസ്സിലായ? അതിനിപ്പോ എന്ത് ക്ലാസ്? അതിനാണ് നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്. സ്വഭാവ സവിശേഷതകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ്. ഇത് ആരാണ് പഠിപ്പിക്കണേ? അത് നമ്മളെ രാഖി. രാഖിക്കറിയോ അതൊക്കെ? പിന്നെ ദുബായിലൊക്കെ എടുത്തോണ്ടിരുന്നല്ലേ. കർത്താവേ, അത് കലക്കി കേട്ടോ. പിന്നെ സൂപ്പർ. നമ്മളെ ഡാൻസ് ഇല്ലേ, സുഗന്ധി ടീച്ചറാണ്. മറ്റേ മുടി അധികം നിനക്ക് നാട്ടിൽ ആരെ അറിഞ്ഞൂടെ? അത് അതിലും കലക്കി കേട്ടാ. സുഗന്ധി ഗംഭീരം. പിന്നെ നമ്മള് ചിത്രരചന പഠിപ്പിക്കാൻ പറഞ്ഞത് നമ്മളെ സാജൻ വടക്കൂട്ടാണ്. നമ്മളിവിടെ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നില്ല, സാജൻ വടക്കൂട്ടുള്ള. ഓ എന്റെ പൊന്നെ, സമ്മതിച്ചു കേട്ടോ. അത് അതിലും കലക്കം ഗംഭീരമായിട്ടുണ്ട്. നിങ്ങളെ ഈ ക്യാമ്പുണ്ടല്ലോ, ഒളിച്ചടുക്കും, തകർക്കും. അതെനിക്കറിയാം, നിന്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായി. എല്ലാം നല്ല ടീമാണ്. എന്തായിരുന്നാലും തക്കില മുള അയക്കണം. 3 ദിവസമാണ്. 19, 20, 21. എവിടെ വെച്ചിട്ടാ? നമ്മൾ പഞ്ചായത്ത് ഓഫീസ് വെച്ച്. അപ്പൊ ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾ ഈ കുട്ടികളെ സ്വഭാവമൊക്കെ മാറ്റി അങ്ങ് മറിച്ച് കളയും. 3 ദിവസം കൊണ്ട് ഈ സ്വഭാവങ്ങൾ മൊത്തം മാറ്റി മറിക്കാന്നല്ല, ഒരു ബേസ് ഇട്ട് വയ്ക്കാൻ. താല്പര്യമുള്ളവർക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെന്താ, നീ പേടിക്കണ്ട, 5 പൈസ കൊണ്ടുവരണ്ട. ഓ അപ്പൊ അത് ലാഭം. പിന്നെ എന്ത് വേണം, നിങ്ങൾ തകർക്കും. മോള് പറഞ്ഞ കേട്ടാ. ഡേ നീ ഒരു കാര്യം ചെയ്യും, മോള് വരുമ്പോ മോളെ കൊണ്ടായിക്കാൻ നീ വരുമ്പോഴേ നീയും കൂടെ കുറച്ച് കാര്യമൊക്കെ കയറുന്നില്ലേ? പിന്നെന്താ, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നല്ലത്. പിന്നെ പിന്നെ നല്ലതാണ്. അയ്യോ ചായ എടുത്തില്ല. ചായ വേണ്ട കുടിച്ചിട്ട് പോവാം. വേണ്ട, എനിക്കറിയാം നീ കുടിപ്പിച്ചിട്ട് ഇവിടെ ഉള്ളൂ. സമ്മതിച്ചില്ല. നമുക്ക് ആലോചിക്കാം. നല്ല കാര്യല്ലേ ക്ലീറ്റ? പിന്നെ എന്ത് നല്ല കാര്യമാണ്. എന്റെ കർത്താവേ, ഞാൻ ഇത്രയും വർഷം ഈ രാഷ്ട്രീയത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാ നടന്നിട്ട് എന്റെ തലയിൽ ഇങ്ങനൊരു ബുദ്ധി, ഞങ്ങളെ പാർട്ടിയിലെ ഒരുത്തന് പോലും ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ല. എത്ര നാളായി നമ്മുടെ നാട്ടിൽ സംഗതി വന്നിട്ടില്ലല്ലോ. തട്ടിപ്പിന്റെ പുതിയ ബുദ്ധിയെ. തങ്കം, ഇതിന്റെ പിന്നില് എന്തോ ഒരു ഗൂഢമായ തട്ടിപ്പൊളിഞ്ഞിരിപ്പുണ്ട്. എനിക്കറിയാം, എന്റെ മനസ്സ് പറയുന്നുണ്ട്, ഉറപ്പാണിത്. മക്കളെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി, ഈ സമ്മർ ക്യാമ്പ് എന്ന് പറഞ്ഞില്ലേ, അത് യഥാർത്ഥത്തിൽ എങ്ങനെയാ? സമ്മർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ലേ?
ഇത് ഭയങ്കര ഇത് പക്ഷെ നല്ല വെറൈറ്റി ആയിരിക്കും. കൊറേ കളിക്കാനുണ്ട്, ഡാൻസ് പഠിക്കാം, പിന്നെ കൊറേ പഠിക്കാനൊക്കെ ഉണ്ട് ഇതില് അല്ലേ അമ്പിളി ചേട്ടാ? പഠിക്കാൻ സ്കൂളിൽ പഠിക്കണ പോലെയല്ല, രസകരമായ പഠിപ്പുകൾ. ഡാൻസ് ഒക്കെ ഉണ്ടോ? പിന്നെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മക്കളെ കൂടെ ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ കൂട്ടുകാരുണ്ട്, അർച്ചന, ചിന്നൂരി, ഇഷ്ടംപോലെ എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും വിളിച്ചോണ്ട് വരണം. എന്തെല്ലാം കളിയുണ്ടെന്ന് അറിയാമോ? നമുക്ക് അവിടെ തൊട്ട് കളിക്കാം. തൊട്ട് കളിക്കാൻ അറിയാമോ? പച്ചത്തൊട്ടല്ലേ? അത് കഴിഞ്ഞ് വട്ട് കളിക്കാം. അറിഞ്ഞൂടി, അതൊക്കെ പഠിക്കണം. അതൊക്കെ പഠിപ്പിച്ചു തരും അവിടെ. ഇപ്പോഴത്തെ കളികളല്ല. സ്വിമ്മിങ്ങിന് കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഈവനിങ് ആവുമ്പോ ലാസ്റ്റ് സ്വിമ്മിങ്ങില് ഞാൻ എവിടെ കൊണ്ടുപോയി? ആപ്പാട് 3 ദിവസം ക്യാമ്പ് അവിടെ അല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്വിമ്മിങ് ഒക്കെ നമുക്ക് പിന്നെ ആവും. മക്കൾക്ക് മാമായി ഒരു ദിവസം കുളത്തിൽ കൊണ്ടുപോയി സ്വിമ്മിങ് പഠിപ്പിച്ചു സൂപ്പർ ആയിട്ട് നമുക്ക് നീന്ത് കളിക്കാം. എനിക്ക് സ്വിമ്മിങ് തന്നെ പിന്നെ എവിടെ നോക്കിയാണ് നമുക്കേ ഈ പ്ലാവിലേക്ക് വെച്ചിട്ട് തൊപ്പിയൊക്കെ കണ്ണാടി ഉണ്ടാക്കുന്നത് ഇതില് ഓല ഇലക്ക്. കണ്ണാടി പീപ്പി പന്ത് ഇങ്ങനെ ഓല ഇലക്ക് ഇങ്ങനെ മടക്കി പിന്നെ പേപ്പർ വർക്ക്സ്, ഈ പേപ്പറിനെ കൊണ്ടുണ്ടായ ബട്ടർഫ്ലൈസ്, പിന്നെ അതൊക്കെ കളിച്ച കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ കൊല മുന്തിരിങ്ങ ബാമ്പേ റോസൊക്കെ എന്നുള്ള കളിയൊക്കെ ഉണ്ട്, അറിയാമോ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് ഉണ്ട് കേട്ടോ. അത് നീ എടുക്കുമല്ലോ? അത് ഞാൻ എടുത്തോളാം. പിന്നെന്ത്, അത് വേറെ ആളെ നോക്കണ്ടല്ലോ. അപ്പൊ എല്ലാം കൂടി ആവുമ്പോ അടിപൊളിയായിരിക്കും. മക്കൾ എന്താ ചെയ്യാറ്? പിന്നെ ഫുഡ് രാവിലെ ഫുഡുണ്ട്. പിന്നെ രാവിലെ 8 മണിക്ക് നിങ്ങൾ വന്നാൽ മതി. എല്ലാവരും കൂടെ എത്തുമ്പോൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, ഒരുമിച്ചിരുന്ന് കളിക്കാം. വെറൈറ്റി ഫുഡ് അതൊക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ടാവോ? പിന്നെ അതായത് ഒരു 14 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിടെ വരാം. പിന്നെ ഒരുമിച്ചിരുന്ന് കളിക്കുന്നത്. അപ്പം എന്നിട്ടേ ഏറ്റവും നന്നത് നമ്മൾ എങ്ങനെ ഭാവിയിൽ ജീവിക്കണം, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടാവും. അതായത് മക്കളിപ്പം കൂട്ടുകാരുടെ എങ്ങനെ പെരുമാറണം, ഈ അവരൊരു പെൻസിൽ ഇല്ലെങ്കിൽ അവർക്ക് പെൻസിൽ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യം ഇപ്പം അതൊന്നും ചെയ്യാറില്ല ആരും. അതൊക്കെ ചെയ്യണം. മക്കൾ ചെയ്യാറുണ്ടോ? നല്ല കുട്ടി. കുക്കിംഗ് ഇഷ്ടമാണോ? എന്ന് നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് കുറച്ച് കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ചുതരാം. പൊന്നപ്പൻ ചേട്ടാ, ഇതിന്റെ പിന്നിൽ ഭയങ്കര ഒരു തട്ടിപ്പാണ്. ആണെന്നേ, ഇതെന്താണെന്നറിയാമോ? ക്യാമ്പ് ഫ്രീ ആയിട്ട് നടത്തണമെന്ന് പറഞ്ഞിട്ട് കുറേ കടക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. പിരിവ് റെസിപ്റ്റ് ഇല്ല. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്, എല്ലാം പാവപ്പെട്ട കുട്ടികളാണ്, അനാഥ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞാണ് പിരിവെടുക്കണേ. ഒരു കാരണവശാലും നിങ്ങളെ മക്കളെ അങ്ങോട്ട് വിടരുത്. കൊച്ചുങ്ങൾ തമ്മിലടി അതുണ്ട് അല്ലേ? അതുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർ തെറിവിളിയും കൂടെ പഠിക്കും ഈ ക്യാമ്പ് കഴിഞ്ഞ്. ഉറപ്പാണ്. അങ്ങനത്തെ ആളുകളാണ് അവിടെ പഠിപ്പിക്കാൻ പറഞ്ഞില്ല. സ്വബോധമില്ലാത്ത ടീമാണ്. വിടണ്ട. പിന്നെ മറ്റേ പത്രോസേട്ടൻ്റെ അടുത്തൂടെ പറഞ്ഞേക്കണം. പിന്നെ നിങ്ങളെ മറ്റേ കൂട്ടുകാരുണ്ടല്ലോ, പട്ടാളം സുരേന്ദ്രനെ, അയാളടുത്തും പറയണം. അവരൊക്കെ കുട്ടികളെ വിടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ അടുത്തും കുട്ടികളെ അങ്ങോട്ട് വിട്ടാൽ കുട്ടികൾ പാഴായിപ്പോവും. ബാക്കി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ശരി. എന്തെല്ലാം രീതിയിലാണ് ഓരോരുത്തന്മാർ തട്ടിപ്പ് നടത്തണമെന്നുള്ളത്. എങ്ങനെ നെഞ്ചിലെ കല്ലിറങ്ങിയോ? ഇവിടെ വന്ന് നിൽക്കുക. ഇനി ഇത് അങ്ങോട്ട് പൊളിയുമല്ലോ ഈ ക്യാമ്പ്. അതിനുശേഷം അത് തന്നെത്താനം ഇറങ്ങിക്കോളൂ. എന്ത് വൃത്തികേടാ ക്ലീറ്റോ ഇത്? എന്ത് വൃത്തികേടാ നിങ്ങൾ ഈ കാണിച്ചത്? ഇപ്പൊ എന്ത് വൃത്തികേട് ഞാൻ കാണിച്ചത്? നിങ്ങൾക്ക് ചേർന്ന പണിയാണോ? അയ്യോ, അതെ, അങ്ങനെ ഒരു പഞ്ചായത്തിലെ ആൾക്കാരെ മുഴുവനും പറ്റിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് പറ്റിച്ചു ക്ലീറ്റോ? എടി അമ്മ, ഇതിന്റെ പേരിൽ എല്ലാ കടകളിലും കയറി ഇറങ്ങി പിരിക്കും. എനിക്കറിഞ്ഞൂടെ ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ അനാഥ പിള്ളേരാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 പൈസ മേടിച്ചിട്ടില്ലല്ലോ. വരുന്ന കുട്ടികളുടെ ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല. കഴിവുള്ള ആൾക്കാർ സഹായിക്കുന്നുണ്ടാവും. അതെന്താ കുഴപ്പം? കുട്ടികളെ നിന്ന് കാശ് 50 രൂപ മേടിച്ചെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതെന്താണ് സൗജന്യമാക്കിയിട്ട് അതിന്റെ മറവിൽ ഇവനുണ്ടല്ലോ കയറി ഇറങ്ങി പിരിക്കുവൻ. അയാൾ പിരിക്കണമെങ്കിൽ പിരിച്ചോട്ടെ എന്ന് വിചാരിച്ചത് നിങ്ങൾ എന്തിനാ മറ്റുള്ള കുട്ടികളുടെ പാരന്റ്സിനെ വിളിക്കാൻ പോണത്? കാര്യമുണ്ട്. എന്ത് കാര്യം? അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവരാണ്, ഞങ്ങളെ പാർട്ടി അനുകൂലിക്കുന്നവരാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഒരു കുഴി ചെന്ന് ചാടാതിരിക്കാൻ ഞാൻ വിളിച്ചു പറയും. ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ കൊച്ചിനെ വീടും അല്ലെങ്കിൽ വീടില്ല. നിങ്ങളായിട്ട് ഒരുപാട് ഉപദേശിക്കേണ്ട. കാരണം നിങ്ങൾ കാണിക്കുന്ന കള്ളത്തരാ. തങ്കം, അവരിഷ്ടമുണ്ടെങ്കിൽ വിട്ടോട്ടെ. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. എടി, ഇവിടെ സ്വഭാവ സവിശേഷത ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാൽ ആരാണ്? അലവരാതി. അവള് ക്ലാസ് എടുത്താൽ എങ്ങനെയാടി? 1 മണിക്കൂർ അവളുമായിട്ട് ഈ പിള്ളേർ സംസാരിച്ചാണ്ടല്ലോ പിള്ളേർ വഴി തെറ്റിപ്പോവും.
ഉറപ്പാണ്. ആ. അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ അത്. അയ്യോ സംസ്കാരമില്ലാത്ത അവളാണ് ക്ലാസ് എടുക്കാൻ എന്താ സംസ്കാരം ഇല്ലാത്ത കൊച്ചിന്? എടി അവൾ ഇന്ന് വരെ ഇവിടെ വന്നൊരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? തെറിയൊന്നും വിളിച്ചിട്ടില്ലല്ലോ എന്തായാലും. നിന്നെ വിളിച്ചിട്ടില്ല, അത് മലയാളത്തിലായിട്ട് എന്നെ ഇംഗ്ലീഷിൽ വിളിച്ചു കൾച്ചർലെസ് ഫെല്ലോ എന്ന്. അതിന്റെ അർത്ഥം അറിയാമോ? അത് തെറിയൊന്നും അല്ല. അയ്യോ മോളെ, അവിടെ ഡിക്ഷണറി ഇരിപ്പുണ്ട്, അതെടുത്ത് വായിച്ചു നോക്ക്. കൾച്ചർലെസ് ഫെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഞാൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കി. അതിനുശേഷമാണ് എനിക്ക് അവളോട് ഇത്രയും വൈരാഗ്യം. പിന്നെ ഡാൻസ് ടീച്ചർ, അത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അയ്യോ സുഗന്ധി ടീച്ചർ ചിരിക്കാനായിട്ട് നല്ല ടീച്ചറാ. അവരെന്തോരം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എടി ഈ സുഗന്ധി ആരായിരുന്നു? പണ്ട് അവിടുത്തെ ആ ഡാൻസ് സ്കൂളില് തൂപ്പുകാരിയായിരുന്നു. അത് കണ്ടും കേട്ടും അവിടെ നിന്ന് പഠിച്ചപ്പോ ഡാൻസ് ടീച്ചറായി. അവിടെ പഠിപ്പിച്ചാണ്ടല്ലോ നന്നായിരിക്കും പിള്ളേര്. പിന്നെ എന്നിട്ട് ഒന്നും അറിയാതെയാണ് പിള്ളേർ എന്തോരം പിള്ളേർ ആ ടീച്ചറിന്റെ കീഴിൽ ഡാൻസ് പഠിച്ച് അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. അരങ്ങേറ്റം നടത്തിയാണ് ഇവിടെ അമ്പലത്തിൽ വെച്ച്. നല്ല ഡാൻസ് അറിയാന്നുള്ള ഏതെങ്കിലും ഒരു വേദിയിൽ പോയി ഡാൻസ് അവതരിപ്പിക്കട്ടെ, അപ്പൊ കേൾക്കാം. പിന്നെ അയ്യോ വര പഠിപ്പിക്കണത് വര, ഒരു തലവര ഇല്ലാത്ത ഒരുത്തൈ സാജൻ വടക്കോട്ട്. ഈ സാജൻ അറിയാമോ? ഞങ്ങളിവിടെ പഠിച്ചവനാ. അവന് കഞ്ചാവിന്റെ ഹോൾസെയിൽ ഡീലറാ. കഞ്ചാവ് പഠിച്ചിട്ട് തെക്കോട്ടാണോ വടക്കോട്ടാണോ നടക്കണേന്ന് അറിഞ്ഞൂടാത്തോണ്ടാണ് അവന് സാജൻ വടക്കോട്ട് എന്ന് പേരിട്ടത്. എന്തിനാ ക്ലീറ്റോ ഇങ്ങനെ നട്ടാ കിളിക്കാത്തന്നോണ പറയണത്? ഇതൊക്കെ അറിയാമെങ്കിൽ ക്ലീറ്റോ എന്തിനാ തക്ലിമോളെ പോകാൻ സമ്മതിച്ചത്? എന്നിട്ട് മറ്റുള്ള കുട്ടികളെ വിളിച്ച് പറയാണ് അവരെ വിടരുതെന്ന്. അത് വൃത്തികേടല്ലേ? അതെ, തക്ലിയെ ക്യാമ്പിന് വിടാന്ന് ആര് പറഞ്ഞു? തക്ലി ക്യാമ്പിന് പോണില്ല, ഒരു കുന്തത്തിന് പോണില്ല. ആരെടുത്ത് പറഞ്ഞിട്ട് ഞാൻ? അവിടെ അതും കൊണ്ടല്ലേ ക്ലീറ്റോ സന്തോഷിച്ച് ഇറങ്ങി പോയത്. തക്ലിയെ വിടാന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? പിന്നെ എന്താ അമ്പിളിക്കുട്ട ചേട്ടൻ പറഞ്ഞപ്പോ അത് പറയാതിരുന്നത്? അമ്പിളിക്കുട്ടനോട് ഞാൻ ആ സമയത്ത് പറയാതിരുന്നത് എന്റെ ബുദ്ധി എന്റെ വിവരം. അപ്പൊ ഞാനത് പറഞ്ഞാലുണ്ടല്ലോ അവൻ ഉടനെ അടുത്ത പദ്ധതി ഇടും അതിനെതിരായിട്ട്. ഇതിപ്പോ പിള്ളേരൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും. പിള്ളേരും വരെയില്ല. അവസാനം കെട്ടികളും കൂടെ ഇരുന്ന് പടം വരപ്പും ഇതുണ്ടല്ലോ ഡാൻസും ഒക്കെ പഠിച്ച് അങ്ങനെ അങ്ങ് പൊളിയും. ക്ലീറ്റോ അങ്ങനെ ചെയ്യല്ലേ ക്ലീറ്റോ, മഹാപ്രാന്ത് കിട്ടും നിങ്ങൾക്ക്. ഞാനൊരു കാര്യം പറയാം, തക്കളി ഈ ഒരു ക്യാമ്പിന് പോണില്ല. മാത്രമല്ല നമുക്കന്ന് കല്യാണമുണ്ട് പാലായില്. കല്യാണോ? പാലായില്? നിങ്ങളുടെ പെങ്ങളെ കടിച്ചുവിടാൻ പോണ്ടോ ഇനി? അല്ലടി എന്റെ കല്യാണം. നിന്നെ കൂടെ കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങൾക്ക് കേട്ടാ പോണെന്നൂടാ. പാലായില് സേവ്യർ അച്ചായന്റെ ഫിലിപ്പോസ് അച്ചായന്റെ ഏത് ഫിലിപ്പോസിന്റെ ആയാലും അവിടെ ഒരു കല്യാണം ഉണ്ട്. അതിപ്പോ കല്യാണം ഉണ്ട്, അതിന് നമ്മൾ പോകും. കല്യാണം 3 ദിവസമല്ലല്ലോ, ഒരു ദിവസമല്ലേ ഉള്ളൂ? 3 ദിവസം ഉണ്ട് കല്യാണം. 19-ാം തീയതി തലേ ദിവസം, 20-ാം തീയതി കല്യാണം, 21-ാം തീയതി മറുവീട്. ഇതും കഴിഞ്ഞാൽ നമ്മൾ വരും. ക്ലീറ്റോ അവൾ ആഗ്രഹിച്ച് നിൽക്കുക. ക്ലീറ്റോ അവളെ വീട് തക്കളി മോള് കേൾക്കാനായിട്ട് ഡാഡി പറയാണ്, ഈ ക്യാമ്പിൽ മോള് പങ്കെടുക്കുന്നില്ല കേട്ടോ. ക്ലീറ്റോ ലോകത്തുള്ള എല്ലാ പിള്ളേരും വരും. ക്ലീറ്റോ അവള് മാത്രം ഈ വീട്ടിൽ. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു തീരുമാനം എടുത്തതാണ്. ആവശ്യമില്ലാതെ കൊച്ചിനെ നീ ഇനി പറഞ്ഞ് തിരിപ്പിക്കണ്ട കേട്ടാ. അതങ്ങ് മറന്നേരെ. നിങ്ങൾക്ക് പ്രാന്താ ക്ലീറ്റോ, പ്രാന്ത്. എനിക്ക് ഭ്രാന്തല്ലേ, എനിക്ക് വസ്തുണ്ട്. അങ്ങനെ ഞാൻ മാത്രമേ ഇവിടെ ഭ്രാന്തനായിട്ട് കിടക്കണ്ട. എനിക്ക് ഒരുത്തനും കൂടെ ഭ്രാന്തനായിട്ട് കിടക്കണമെന്ന് കാണണം. അവൻ്റെ കളി എന്നോടാ. അവൻ്റെ ക്യാമ്പ് പൊളിക്കൂടാ, ഞാൻ പൊളിക്കും നിന്റെ ക്യാമ്പ്. Alien versus Alien.